ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു എയർ ക്ലിപ്പുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പ് തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത്തിരി ഒരു കോസ്റ്റ്ലിയൊക്കെ ആയി തോന്നുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണിത്. അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ക്യാൻ ഷീറ്റാണ്. ഇത് നമ്മൾ കുട്ടികളെ ഉടുപ്പിൻ്റെ അടിയിലൊക്കെ വെക്കുന്ന ഒരു ഷീറ്റാണ്. ഇത് നമുക്ക് മുറിച്ച് വാങ്ങാൻ കിട്ടും. ഇത് മീറ്റർ അനുസരിച്ച് വാങ്ങിയെടുക്കുക. അത് രണ്ട് സൈഡിൽ നമ്മളിങ്ങനെ കുറച്ച് ബീഡ്സ് തുന്നി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു നെറ്റ് പീസിലിങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ് ഇതിനെ. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പ് പോലെ ആക്കിയെടുക്കുകയാണ്. ഇങ്ങനെ തുന്നിയിട്ട് നല്ല പോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക. സെൻറ്ററിൽ നല്ല വലിച്ച് കെട്ടിക്കൊടുക്കണം. ഏറ്റവും മാക്സിമം ചെറിയ ചുരുങ്ങിയ രീതിയിൽ തന്നെ അങ്ങനെ കെട്ടിക്കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മുമ്പൊരു എംബ്രോയ്ഡറി ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിരുന്നൊരു കോട്ടൻ്റെ ക്ലോത്തിൽ അത് ഉപയോഗിച്ചിട്ടാണ് സെൻറ്ററിൽ നമ്മളിത് വെക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലൊന്ന് വെക്കുന്നത്. അതും ആ എംബ്രോയ്ഡറി നമ്മളൊരു വൈറ്റ് നെറ്റിൽ കവർ ചെയ്തിട്ടുണ്ട്. ആ എംബ്രോയ്ഡറി പെട്ടെന്ന് ചീത്താവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നൂലൊന്നും വലിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ എംബ്രോയ്ഡറി ചെയ്യുന്ന ഇതിൻ്റെ ഷോർട്ട് ഞാൻ ഇട്ടിരുന്നു കഴിഞ്ഞ ദിവസം. താല്പര്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. അത് സെൻറ്ററിലൂടെ ഒരു ബീഡും തുന്നിയിട്ടുണ്ട്. എംബ്രോയ്ഡറി ചെയ്തതിൻ്റെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റിയൊരു ഹാൻഡ് എംബ്രോയ്ഡറിയാണ്. കോട്ടൻ്റെ ത്രെഡ് ഉപയോഗിച്ച് ചെയ്തത് തന്നെയാണ്. എംബ്രോയ്ഡറിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കോട്ടൺ ത്രെഡ് ഉപയോഗിച്ചിട്ട് പോപ്ലിൻ ക്ലോത്തിൽ ചെയ്തതാണ്. നമ്മൾ ചെറിയൊരു റിബണ്, സാറ്റിൻ റിബണ് മാക്സിമം തിന്നായതാണ്. അത് നമ്മൾ ഒരു ബട്ടർഫ്ലൈ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കോർത്തിട്ടുണ്ട്. 2 ലെയറാക്കി കോർത്തിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ 2 സൈഡിലാകുമ്പോൾ 4 ലെയർ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് എത്ര ഇതിൻ്റെ നീളം വേണം അതിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ ചെറിയൊരളവാണ് എടുത്തിട്ടുള്ളത്, വലിയ അളവ് എടുത്തിട്ടില്ല. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയതിന് ശേഷം ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് 2 സൈഡിലൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അതിൻ്റെ ബാലൻസ് ഭാഗം അങ്ങനെ ഒന്ന് എടുക്കുക. ഒന്ന് ഒരു സൈഡിലേക്കും മറ്റേ സൈഡിലേക്കും 2 സൈഡിലോട്ടും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന രീതിയിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടൊന്നിങ്ങനെ ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ സെൻറ്ററിൽ നമുക്കൊന്ന് പശ തേച്ചിട്ട് ഒന്ന് ആ ബട്ടർഫ്ലൈനെ ഒന്ന് ഉറപ്പിക്കുക. B7000 പശ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് തേച്ചിട്ട് നന്നായിട്ടൊന്ന് അത് അവിടെ ഉറപ്പിച്ച് നിർത്താം. അപ്പോൾ പിന്നെയുള്ള ഹാങ്ങിങ് ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ റിങ് ഇട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ് ഇട്ടിട്ടുണ്ട്. 3 ബീഡ് ഇട്ടിട്ടുണ്ട്, 3 കളറിലുള്ള. ശേഷം നമ്മൾ വലിയൊരു ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ബീഡ് ഇടുമ്പോൾ ഇത് ഡയറക്റ്റ് കോർക്കാൻ പ്രയാസമാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്ട്രിങ് വയർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുത്താൽ അത് റെഡി ആയിക്കോളും. അപ്പോൾ 4 ബാലൻസ് ഭാഗത്തും അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 12 mm ബീഡാണ്, 12 mm ബീഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് താഴ്ഭാഗത്തൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് ബാലൻസ് ഭാഗമൊക്കെ ഒന്ന് കരിയിച്ച് കളഞ്ഞിട്ട് പശ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ആ ബാലൻസ് ഇങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ബീഡ് കൊണ്ട് താഴ്ത്തി കൊടുത്താൽ അവിടെ സെറ്റായിരുന്നോളും. നമ്മൾ അലിഗേറ്റർ ക്ലിപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫോം ഷീറ്റിൽ നമ്മൾ അലിഗേറ്റർ ഒട്ടിച്ചിരുന്നു. അത് അവസാന ഭാഗം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്ക് തന്നെയാണിത്. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഒരു കോസ്റ്റ്ലി ആയി തോന്നുന്നൊരു ഹെയർ ബോ ആണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് വേസ്റ്റ് ക്ലോത്ത് കൊണ്ടൊക്കെ നമുക്കിങ്ങനെ ഒരുപാട് ഐറ്റം ചെയ്യാൻ പറ്റും. ഇതിനായിട്ട് തുണിയൊന്നും വാങ്ങിക്കാതെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ച ഉടുപ്പിൻ്റെ അങ്ങനെയൊക്കെ ഭാഗം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു.